പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയുടെ മരണത്തിൽ വൈസ് പ്രിൻസിപ്പലും PROയും അടക്കം 5 പേർക്കെതിരെ കേസെടുക്കും. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇവരുടെ അറസ്റ്റ് വൈകില്ല. ജിഷ്ണു പ്രണോയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം 1 മാസം പിന്നിടുമ്പോഴാണ് സംഭവത്തിൽ ആദ്യ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ജിഷ്ണു കോപ്പിയടിച്ചെന്ന് പറഞ്ഞ അധ്യാപകൻ CP പ്രവീൺ, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ NK ശക്തിവേൽ എന്നിവരടക്കം 5 പേർക്കെതിരെയാണ് കേസെടുക്കുന്നത്. നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അസ്വാഭാവിക മരണത്തിനുള്ള കേസിൽ ആത്മഹത്യാ പ്രേരണാക്കുറ്റം ചുമത്തി അധ്യാപകരെ പ്രതിയാക്കാനാണ് തീരുമാനം. പരീക്ഷയ്ക്കിടെ കോപ്പിയടിച്ചത് കണ്ടെത്തിയതിലുള്ള മനോവിഷമം കാരണമാണ് ജിഷ്ണു തൂങ്ങി മരിച്ചതെന്നായിരുന്നു കോളേജിന്റെ വാദം. എന്നാൽ സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും പ്രകാരം ജിഷ്ണു കോപ്പിയടിച്ചിട്ടില്ലെന്ന വിലയിരുത്തലിൽ പോലീസ് എത്തിച്ചേർന്നു. അതേസമയം കോപ്പിയടിച്ചെന്ന പേരിൽ പരസ്യമായി ശകാരിച്ചതും അപമാനിച്ചതും എഴുതിയ ഉത്തരങ്ങൾ നിർബന്ധിച്ച് വെട്ടിക്കളയിപ്പിച്ചതും ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്നും വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കേസെടുക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇരിങ്ങാലക്കുട ASP കിരൺ നാരായണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. മാതൃഭൂമി ന്യൂസ്, ഒറ്റപ്പാലം. നെഹ്റു കോളേജ് ചെയർമാൻ കൃഷ്ണദാസിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ജിഷ്ണുവിന്റെ അമ്മ മഹിജ. കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാൽ പോരാ, നടന്നത് കൊലപാതകമാണെന്ന് വിശ്വസിക്കുകയാണെന്നും അമ്മ പറയുന്നു. സഞ്ജിത്തും കൃഷ്ണദാസും ഓർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഇവരാണ് ചെയ്യിച്ചത്. ഈ മാനേജ്മെന്റ് പുറത്താക്കി സഞ്ജിത്ത് അവർക്കെതിരെ കേസെടുത്തിട്ടില്ല. അവർക്ക് കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഇപ്പം എടുത്ത പ്രേരണാക്കുറ്റത്തിനുള്ള കേസ് അത് അന്വേഷിച്ച് കൊലക്കുറ്റത്തിന് കേസെടുക്കണം. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ വധഭീഷണി മുഴക്കിയ ദിവസം കോളേജിൽ വന്നിട്ടില്ലെന്ന നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P കൃഷ്ണദാസിന്റെ വാദം പൊളിയുന്നു. രക്ഷിതാക്കളെ ഭീഷണിപ്പെടുത്തിയ ഫെബ്രുവരി 8-ന് കൃഷ്ണദാസ് കോളേജിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് കിട്ടി. നെഹ്റു കോളേജിൽ സമരത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികൾ പ്രതിഷേധം തുടർന്നാൽ അവരെ മോർച്ചറിയിൽ കാണാമെന്നായിരുന്നു കൃഷ്ണദാസിന്റെ ഭീഷണി. എന്നാൽ ഇക്കാര്യം മാതൃഭൂമി ന്യൂസിന്റെ സൂപ്പർ പ്രൈം ടൈമിൽ കൃഷ്ണദാസ് നിഷേധിച്ചു. സംഭവ ദിവസം താൻ കോളേജിൽ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു കൃഷ്ണദാസിന്റെ വാദം. നിങ്ങൾക്ക് ഏത് രേഖകൾ പരിശോധിക്കാം, ആരോട് വേണമെങ്കിലും അന്വേഷിക്കാം. ഈ പറയുന്ന ദിവസങ്ങളിൽ ഒന്നും തന്നെ ഞാൻ ആ പ്രദേശത്ത് എവിടെയും ഇല്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ അങ്ങനെ ഈ സ്ഥലത്തില്ലാത്ത ആളെ കുറിച്ച് ഇത്തരം ദുഷിച്ച പ്രചരണം നടത്തുന്നത് വളരെ മോശമായി പോയ ആ കുട്ടി അതങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനു വേണ്ടിയാണെന്ന് പോലും ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇനി ഈ ദൃശ്യങ്ങൾ കാണുക. ഫെബ്രുവരി 8-ന് കോളേജിൽ സമരക്കാരെ സന്ദർശിക്കാനെത്തിയ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരനുമായി കൃഷ്ണദാസ് കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ദൃശ്യമാണിത്. കൃഷ്ണദാസ് ഭീഷണിപ്പെടുത്തിയ രക്ഷിതാക്കളും അതേസമയം കോളേജിലുണ്ടായിരുന്നു. ഇവർ V മുരളീധരനുമായി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. 96% ഉള്ള എൻ്റെ അൺഓതറൈസ്ഡ് ലീവിന്റെ പേരിലാണ് 400 രൂപ ഫൈൻ മേടിച്ചത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിന്റെ പേരിലാണ്? ഇപ്പൊ ടീച്ചിങ് സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർ വേണമെങ്കിൽ പറയും അത് അങ്ങനെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. OS-നോട് ചോദിച്ചപ്പോൾ OS അഡ്മിറ്റ് ചെയ്തു അത് ഞങ്ങൾ മാനേജ്മെന്റ് അങ്ങനെ എന്തൊക്കെയോ ഇതിലാണ് മേടിച്ചേക്കുന്നത്. V മുരളീധരൻ സന്ദർശനം നടത്തി മിനിറ്റുകൾക്കുള്ളിലായിരുന്നു രക്ഷിതാക്കളോടുള്ള കൃഷ്ണദാസിന്റെ വധഭീഷണി. അർജുൻ മട്ടന്നൂർ, മാതൃഭൂമി ന്യൂസ്, ഒറ്റപ്പാലം. ജിഷ്ണുവിന്റെ മരണത്തിന്റെ 36-ാം ദിവസം പ്രേരണാക്കുറ്റത്തിന് കേസെടുത്തത് സമരം തണുപ്പിക്കാനുള്ള മുന്നൊരുക്കമാണോ? ജിഷ്ണുവിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്ന വിദ്യാർത്ഥി ഐക്യ മുദ്രാവാക്യത്തിനൊപ്പം ചേരാൻ SFIക്ക് കഴിയുമോ? സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുകയാണ്. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ, ആം ആദ്മി പാർട്ടി നേതാവ് CR നീലകണ്ഠൻ, മാനേജ്മെന്റ് ഭീഷണിപ്പെടുത്തിയ നെഹ്റു കോളേജ് വിദ്യാർത്ഥി അതുൽ ജോസ്, സമരരംഗത്തുള്ളയാളും സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ M ഷാജർ ഖാൻ, SFI വൈസ് പ്രസിഡന്റ് പ്രതിൻ സാജ് കൃഷ്ണ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്. ഒപ്പം CPM നേതാവ് AA റഹീമിനെയും KSU പ്രസിഡന്റ് VS ജോയിയെയും ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു.